പൂജാവിഗ്രഹം തരുമോ രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലി പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി തിരുമേ നിറയെ പുളകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും തിരുമേ നിറയെ പുളകങ്ങൾ കൊണ്ടു ഞാൻ തിരുവാഭരണം ചാർത്തും ഹൃദയ തളികയിൽ അനുരാഗത്തിൻ അമൃതു നിവേദിക്കും ഞാൻ അമൃതു നിവേദിക്കും മറക്കും എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും രജനികൾ തോറും രഹസ്യമായി വന്നു ഞാൻ രതിസുഖസാരേ പാടും പനിനീർക്കൊമ്പിളിൽ പുതിയ പ്രസാദം പകരം നിവേദിക്കും ഞാൻ പകരം നിവേദിക്കും മറക്കും എല്ലാം മറക്കും ഞാനൊരു മായാലോകത്തിലെത്തും രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ പുഷ്പാഞ്ജലിയിൽ പൊതിയാൻ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ രാജശില്പി പ്രസ്ഥാനമാണ്. ഈ വർഷം ദേശീയ സ്കൂൾ കായികമേള, യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ, സ്പോർട്സ് കൗൺസിൽ അംഗീകൃത ജില്ലാ സംസ്ഥാന മത്സരങ്ങളിലായി 119 ഗോൾഡ്, 65 സിൽവർ, 66 ബ്രോൺസ് ഉൾപ്പെടെ 250 മെഡലുകൾ ആറ്റിങ്ങൽ കരാട്ടെ ടീം സ്വന്തമാക്കി. കേരള സർക്കാരിന്റെ കായിക നിയമന റാങ്ക് ലിസ്റ്റിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീം താരങ്ങളായ അനർഘ, അമൽ, സൂരജ് എന്നിവർ ഇടം നേടി. നിരവധി പേർക്ക് സ്പോർട്സ് കോട്ട വഴി തുടർ പഠനത്തിന് അഡ്മിഷൻ ലഭിച്ചു. ഇന്നിവിടെ സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ആറ്റിങ്ങൽ കരാട്ടെ ടീം വാമനപുരം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന മേലാറ്റുമൂഴി വാർഡിൽ പ്രവർത്തിക്കുന്ന ആറ്റിങ്ങൽ കരാട്ടെ ടീം മേലാറ്റുമൂഴി കരാട്ടെ ക്ലബിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കരാട്ടയിലെ ഡെമോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഡെമോയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഫിദ 2023 കരാട്ടെ സ്കൂൾ ഗെയിംസ് നാഷണൽ ബ്രോൺസ് മെഡൽ ജേതാവാണ്. കൂടാതെ 2024 കരാട്ടെ സ്കൂൾ ഗെയിംസ് സ്റ്റേറ്റ് കുമിത് ഗോൾഡ് മെഡൽ ജേതാവാണ്. അടുത്തത് ഫെമിത 2023 കരാട്ടെ സ്കൂൾ ഗെയിംസ് നാഷണൽ സിൽവർ മെഡൽ ജേതാവാണ്. കൂടാതെ 2024 കരാട്ടെ സ്കൂൾ ഗെയിംസ് സ്റ്റേറ്റ് കുമിത് ഗോൾഡ് മെഡൽ ജേതാവാണ്. രൂപ രാജ് 2021 കരാട്ടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാവാണ്. ഭദ്ര എസ് ലാൽ 2022 കരാട്ടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാവാണ്. സലിമ 2024 കരാട്ടെ സ്കൂൾ ഗെയിംസ് ഡിസ്ട്രിക്ട് സിൽവർ മെഡൽ ജേതാവാണ്. വേദിയിൽ ആറ്റിങ്ങൽ കരാട്ടെ ടീം അവതരിപ്പിക്കുന്ന ബോധവൽക്കരണം.
ground shake. எத்தன நாளான காத்திருந்தே நான் எத்தன நாளான காத்திருந்தே நாளான கண்ணே பொண்ணு நானோ வாடாதே ரோசக்கண்ணே நானோ வாடாதே ரோசக்கண்ணே பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருந்தேன் நான் எத்தனை நாளா நான் காத்திருந்தேன் நானாலான கண்ணில் பொண்ணு நானும் வாடாதே ரோசா கண்ணு நானாலான கண்ணில் பொண்ணு நானும் வாடாதே ரோசா கண்ணு பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருந்தேன் நான் எத்தனை நாளா நான் காத்திருந்தேன் அசரது வாசல்லடி ஆன போகு விதியடி அசரது வாசல்லடி ஆன போகு விதியடி இந்த பட்டத்து ஆனாயோடே நீயும் பந்தயமா போட வந்தேன் இந்த பட்டத்து ஆனாயோடே நீயும் பந்தயமா போட வந்தேன் பூங்குயிலே பூங்குயிலே எத்தனை நாளா நான் காத்திருந்தேன் நான் எத்தனை நாளா நான் காத்திருந்தேன் அசரது வாசல்லடி ஆன போகு விதியடி அசரது வாசல்லடி ஆன போகு விதியடி இந்த பட்டத்து ஆனாயோடே நீயும் பந்தயமா போட வந்தேன் இந்த பட்டத்து ஆனாயோடே நீயும் பந்தயமா போட வந்தேன் ரோட்டிலேயே எட்டெழுதி ரோதாயிலே மை எழுதி ரோட்டிலேயே
മനമുരുകിയാടുതമ്മ നാമയൊരുകും നേരമെല്ലാം നീയും മനമുരുകിയാടുതമ്മ പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നല്ലാന കാത്തിരുന്നേ ഞാൻ എത്തന നല്ലാന കാത്തിരുന്നേ കൈ നീട്ടി പച്ചക്കുത്തി എൻ കണവനുടെ പേരെഴുതി കൈ നീട്ടി പച്ചക്കുത്തി എൻ കണവനുടെ പേരെഴുതി എൻ കണവൻ ശരിയാരെന്താനും കൈനീട്ട കരുതമ്മ എൻ കണവൻ ശരിയാരെന്താനും കൈനീട്ട കരുതമ്മ പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാനം കാത്തിരുന്നേ ഞാൻ എത്തന നാളാനം കാത്തിരുന്നേ വിരൽ നീട്ടി പച്ചക്കുത്തി എൻ ഭീമനുടെ പേരെഴുതി വിരൽ നീട്ടി പച്ചക്കുത്തി എൻ ഭീമനുടെ പേരെഴുതി എൻ ഭീമൻ ശരിയാരെന്താനും കൈനീട്ട കരുതമ്മ എൻ ഭീമൻ ശരിയാരെന്താനും കൈനീട്ട കരുതമ്മ പൂങ്കുയിലേ പൂങ്കുയിലേ എത്തന നാളാനം കാത്തിരുന്നേ ഞാൻ എത്തന നാളാനം കാത്തിരുന്നേ ഞാൻ നല്ലാന കന്നി പൊണ്ണ് ഞാനും പാടാതെ റോസാക്കണ്ണ് ഞാൻ നല്ലാന കന്നി പൊണ്ണ് ഞാനും പാടാതെ റോസാക്കണ്ണ് പാടാതെ റോസാക്കണ്ണ് പാടാതെ റോസാക്കണ്ണ് നീ എന്ന ചാരുത അറിയാമിന്നിതാണെൻ്റെ ചേതന ഉയിരിൽ നിറയും അതിശയകരഭാവം നീ മുകിലോ പുതുമഴമണിയോ തൂവെയിലോ ഇരുളല നിഴലോ നീ എന്ന ഗായത്തിൻ ചിറകുകളേറി ഞാനേതു ലോകത്തിൽ ഇടറിയിറങ്ങി പാടാനായി ഞാൻ പോരും നേരമോ ശ്രുതിയറിയുകയില്ല രാഗം താളം പോലും നീ മുകിലോ പുതുമഴമണിയോ തൂവെയിലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന് ചാരുത അറിയാമിന്നിതാണെൻ്റെ ചേതന ഉയിരിൽ നിറയും അതിശയകരഭാവം നീ എന്ന മേഘത്തിൻ പടവുകൾ കയറി ഞാനേതു മാറിപ്പോ തിരയുകയായി ചൂടാൻ മോഹമായി നീളും കൈകളിൽ ഇതളടരുകയാണോ മായാ സ്വപ്നം പോലും നീ മുകിലോ പുതുമഴമണിയോ തൂവെയിലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുത അറിയാമിന്നിതാണെൻ്റെ ചേതന ഉയിരിൽ നിറയും അതിശയകരഭാവം താങ്ക് യു പമ്പരം കറങ്ങുന്നോരോർമകൾ നൊമ്പരം കൊള്ളുന്ന ജീവിതം തന്ത്രികളില്ല
മാനസവീണയിൽ എന്തിനീ പാടുന്നു നാം ആകാശ താരകളെ. ഈ വഴിത്താരയിൽ ഇതൾ മൂടി നിൽക്കും ഇനി എത്ര ജന്മം കൂടി, ഇനി എത്ര ജന്മം കൂടി. ഇനിയൊരു തരിവെട്ടം എനിക്കു തരൂ മിന്നാം മിനുങ്ങുകളെ. ഇനിയൊരു തരിവെട്ടം എനിക്കു തരൂ മിന്നാം മിനുങ്ങുകളെ. ആശകളെല്ലാം ഒരു കുടക്കീഴിൽ ആലില പോലെ കൊഴിഞ്ഞു. ആശകളെല്ലാം ഒരു കുടക്കീഴിൽ ആലില പോലെ കൊഴിഞ്ഞു. ആത്മാവിലെ മണി മന്ദിരത്തിൽ ആനന്ദ കിരണങ്ങൾ പൊഴിഞ്ഞു വീണു. ആത്മാവിലെ മണി മന്ദിരത്തിൽ ആനന്ദ കിരണങ്ങൾ പൊഴിഞ്ഞു വീണു. ഓം നമസ്കാരം. പെണ്ണെ നീ മൂളിയുണർത്തും പാട്ടിന്റെ പല്ലവി എന്തേ കാതിലോതുമോ? പാടി പൂങ്കുയിൽ
എന്നെ പൂമ്പട്ടുപുതയ്ക്കും പുന്നാരൻ തൂമണിമുത്തേ നീ വരും നാൾ മഴയോലും മഞ്ഞല്ലേ മുളയോലക്കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ പോലീസ് ബറ്റാലിയൻ സിവിൽ പോലീസ് ഓഫീസർ ബഹുമാനപ്പെട്ട ശ്രീമതി കസ്തൂരി SD അവർകളെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്നതിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വനിതകൾ എല്ലാവരും എന്ത് ചെയ്യണം? അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് എന്തെല്ലാം നിയമ സാധ്യതകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പം ഞാൻ നിങ്ങളോടൊരു ക്ലാസ് ആയിട്ടൊന്നുമല്ല, സ്ത്രീ സുരക്ഷ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻട്രാക്ഷൻ പോലെ പോവാം. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ IPC അതായത് ഇന്ത്യൻ പീനൽ കോഡ് സ്ത്രീകൾക്ക് ഒരുപാട് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള വകുപ്പുകൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നെന്ന് പറയുന്നത് IPC 304B, അതായത് സ്ത്രീധന മരണം. ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞ് 7 വർഷത്തിനകത്ത് അവളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ പീഡനത്തിനിരയായി മരിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന പീഡന മരണത്തിലാണ് വരുന്നത്. അതിൻ്റെ IPC എന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 304B ആണ്. അപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? 304B, അതായത് നേരെ സ്റ്റേഷനിലോട്ടങ്ങ് ചെന്നാൽ മതി. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അവിടെ നിന്ന് കിട്ടിക്കോളും. ഒരു ഇതുണ്ട്, എന്താണ്? സ്ത്രീധന മരണത്തിന് കീഴിൽ വരണമെങ്കിൽ 7 വർഷത്തിന് ഉള്ളിലുള്ള കേസുകളാണ് സ്ത്രീധന മരണത്തിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൺനാച്ചുറൽ ഡെത്ത് ആയിട്ട് അതെന്ത് പരിഗണിക്കുക ചെയ്യുകയുള്ളൂ. അടുത്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് IPCയിലെ 312. സ്ത്രീകൾ വയറ്റിൽ വെച്ച് തന്നെ കുട്ടികളെ നശിപ്പിക്കുന്നത് IPC 312 പ്രകാരം കുറ്റകരമാണ്. അതായത് ഇപ്പം ഒരു സ്ത്രീ സ്വന്തമായി തൻ്റെ ഇഷ്ടത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? 312 പ്രകാരം കുറ്റം ആണ്. ഇനി 314 ഉണ്ട്. അതായത് ഒരു അമ്മയ്ക്ക് ഹാനികരമല്ല എന്ന് അറിഞ്ഞിട്ട് കൂടി ഒരു ഡോക്ടർ ആ അമ്മയുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമോ മറ്റാരിൽ നിന്നും എന്തെങ്കിലും ശമ്പളം പറ്റിയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ 314 പ്രകാരം നമ്മൾ എന്ത് ചെയ്യും? ആ ഡോക്ടർക്കെതിരെ കേസെടുക്കും. ഇനി പ്രധാനപ്പെട്ട അതിനുള്ള ശിക്ഷ പറയുന്നത് 313 ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് 354. 354 എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് ഇഷ്ടമല്ലാതെ വേറൊരു പുരുഷൻ അവളെ കടന്നു പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 354 IPC പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? കേസെടുക്കുന്നത്. നമ്മൾ ഈ ബസ്സിലെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്? മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർ പ്രതികരിക്കും, ചിലരെന്താണ് അതിനെതിരെ പ്രതികരിക്കാറില്ല. കൂടുതൽ ആൾക്കാരും എന്താണ് പ്രതികരിക്കൂല. ഞാനിനി പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് എന്ത് കരുതും? ആ ഒരു ചിന്തയിൽ എന്ത് ചെയ്യും? അത് അങ്ങനെ അങ്ങ് വിടും. പക്ഷെ അങ്ങനെ വിടേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരാൾ നമ്മളെ തൊടാം, പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാതെ വേറൊരാൾ നമ്മളെ തൊടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ലേ? അതെന്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഓർത്ത് വെക്കണം. അതിൽ തന്നെ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
375 എന്ന് വെച്ചാൽ റേപ്പ്, അറിയാലോ. അതായത് ഒരു സ്ത്രീയെ തന്നെ എന്താണ് ഒരു പുരുഷൻ അവൾക്ക് ഇഷ്ടമല്ലാതെ ഇരുന്നിട്ടും എന്ത് ചെയ്യും, അവളെ സെക്ഷലായി അബ്യൂസ് ചെയ്യും, അല്ലെ. അതായത് എന്താണ്, സെക്സിന് വേണ്ടി പ്രേരിപ്പിക്കും, അല്ലെ. പിന്നെ എന്താണ്, അവൾ വഴങ്ങിയില്ലെങ്കിൽ അവളെ കീഴ്പ്പെടുത്തും. അതെല്ലാം വരുന്ന സെക്ഷൻ ഏതാണ്? 375 അതിൽ ഉള്ള ശിക്ഷ പറയുന്ന വകുപ്പാണ് IPC 376. ഞാൻ ഈ വകുപ്പ് പറഞ്ഞോണ്ട് പ്രശ്നമുണ്ടോ? അല്ലെ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതല്ലേ പറയാൻ പറ്റൂ, അല്ലെ. ഏത് വകുപ്പ് വഴി കേസ് എടുക്കുന്നു, കുഴപ്പമില്ലല്ലോ, അല്ലേ. ഇനി ഈ 376 തന്നെ എന്തുണ്ട്, ഓരോ വീണ്ടും സബ് കാറ്റഗറി ഉണ്ട്. അതായത് 376A എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ഈ ഭാര്യയും ഭർത്താവും കൂടി പിണങ്ങിയിരിക്കുകയായിരിക്കും, അതായത് ഡൈവോഴ്സ് ചെയ്യണോ വേണ്ടേ ആ ഒരു സാഹചര്യത്തിൽ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ന് പറയുന്നത് എന്താണ്, ഈ പുരുഷൻ അതായത് ഹസ്ബൻഡ് ഭാര്യയെ എന്താണ് സെക്സിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം. അത് 376A വകുപ്പ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുക, അല്ലെ, എന്ത് ചെയ്യുന്നത്, അതിന് ശിക്ഷ നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ 376B ഉണ്ട്. 376B വകുപ്പിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പബ്ലിക് സർവന്റ്, അതായത് എന്താണ്, ഒരു പൊതു ഉദ്യോഗസ്ഥൻ അയാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഏതൊരാളെയും എന്ത് ചെയ്യുന്നത്, സെക്സ് അല്ലെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു നടപടി സ്വീകരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പോലീസ് സ്റ്റേഷൻ നേരെ പോയി എന്ത് ചെയ്യാം, പരാതി പറയാം, അല്ലേ. അപ്പൊ എല്ലാരും പറയൂലേ എപ്പോഴും, എന്താണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണോ എന്തോ ഈ പോലീസ് നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്, അല്ലേ. ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തില് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആരാണ്? സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരില്ലാന്ന് പറയുന്നില്ല. എന്താണ്, പുരുഷന്മാർക്കും എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം, അതിനെ സ്ത്രീകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയുന്നില്ല, ചില സാഹചര്യങ്ങളിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കായിട്ടൊരു നിയമം ഉണ്ടെന്ന് കാണുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളും ഒരുപാടുണ്ട്, അല്ലെ. എങ്കിലും എന്താണ് 90% സ്ത്രീകളും എന്താണ് ഇന്ന് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇരയാകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ 376C എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അതിലെന്ന് പറയുന്നത് ഈ ജയിൽ അധികൃതര്, അതുപോലെ തന്നെ ഈ ജുവനൈൽ ഹോംസ് ഒക്കെ ഇല്ലേ, അവിടുത്തെ മാനേജർമാര്, അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് 376C വരുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു വകുപ്പാണ് 376D. ഈ 376D എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ നമ്മളൊരു അത്യാസന്ന നിലയിൽ ഒരു ചികിത്സയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ജോലി ചെയ്യുകയാണ്, അവിടുത്തെ മേലധികാരിമാരോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഒക്കെ എന്താണ് നമ്മുടെ ഈ ഒരു സെക്ഷൽ ഇന്റൻഷനോട് കൂടി നമ്മളോട് പെരുമാറിക്കഴിഞ്ഞാൽ അത് ഏതിലാണ് വരുന്നത്, 376D വരുന്നത്. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു വകുപ്പാണ് 434 എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ നിയമപരമായി വിവാഹം കഴിച്ചു കാണില്ല, പക്ഷെ നിയമമായി വിവാഹം കഴിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, കൂടെ താമസിപ്പിക്കും കുറെ നാള്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുന്നെങ്കിൽ എന്ത് ചെയ്യാം, IPC 434 പ്രകാരം എന്ത് ചെയ്യാം, കേസ് എടുക്കാം. ഇനി 435 ഉണ്ട്. 435 എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഡൈവോഴ്സ് ഒന്നും വാങ്ങാതെ അല്ലെങ്കിൽ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. അതായത് 435 പ്രകാരം എന്ത് ചെയ്യും, ആൾക്കെതിരെ എന്ത് ചെയ്യും, കേസ് എടുക്കും. ഇനി പ്രധാനമായിട്ടുമുള്ള വേറൊരു സെക്ഷനാണ് എന്ന് പറയുന്നത് 498A. 498A എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടിലുള്ളവരോ മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ അല്ലെങ്കിൽ എന്താണ് ഇമോഷണലി പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും സമ്മർദ്ദം മൂലമോ അവളെ ഉപദ്രവിക്കുകയോ പിന്നെന്താണ് നീ കൊണ്ടുവന്നതൊന്നും പോരാ ഇനിയും എന്താണ് കൊണ്ടുവരാൻ അല്ലെ അതുപോലെ സ്ത്രീധനത്തിന്റെ കാര്യം കൂടി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് നമുക്ക് 498A പ്രകാരം എന്ത് ചെയ്യാം കേസ് എടുക്കാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകൾക്കെതിരെ അല്ലേ നടക്കുന്ന വിഷയങ്ങളും. അതുപോലെ തന്നെ എന്താണ് അപ്പൊ ഈ ഒരു പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും, പോലീസ് സ്റ്റേഷനിൽ പോയാൽ കിട്ടും. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ വകുപ്പുകളുണ്ടെന്ന് എന്ത് ചെയ്യാം, എല്ലാവരും ഒന്ന് ജസ്റ്റ്, എനിക്ക് സമയം വളരെ കുറവാണ്, 10 മിനിറ്റ് തന്നിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതാണ് സ്പീഡ് കൂടി പറയുന്നേ. അപ്പൊ എന്താണ് അടുത്തേന്ന് വെച്ചാൽ സ്ത്രീധന നിരോധന നിയമം അറിയാലോ, 1961 കൊണ്ടുവന്നതാണ്. എന്താന്ന് പറയുന്നത്, സ്ത്രീധന നിരോധന നിയമം. അപ്പൊ ഈ നിയമത്തിൽ എന്താണ് പറയുന്നത്,
അല്ലേ? സ്ത്രീയെ ഒരു മറ്റൊരാൾക്ക് കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ എന്താണ് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റും എന്താണ് സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാനും പാടില്ല, അല്ലെങ്കിൽ എന്താണ് വാങ്ങിക്കാനും പാടില്ല. ഇപ്പൊ ചിലർ വന്നിട്ട് ചോദിക്കും നിങ്ങളുടെ മോക്ക് എന്ത് കൊടുക്കും, അങ്ങനെ ചോദിച്ചാൽ എന്താണ് ഇയാൾ എന്നോട് സ്ത്രീധനം ചോദിച്ചു, അത് പോലീസ് സ്റ്റേഷനിൽ പോയി ജസ്റ്റ് ഒന്ന് കംപ്ലൈന്റ് ചെയ്താൽ മതി, അയാൾ 2 വർഷം അകത്ത് കിടക്കുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് അത്രയുണ്ട് അതിന്റെ ഒരു വില എന്ന് പറയുന്നത് ആ ഒരു ആക്ടിന്. പക്ഷേ അതൊക്കെ എന്താണ് വെറും കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൊടുക്കലും വാങ്ങലും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ തുടർന്ന് പോകുന്നത് കൊണ്ടാണ് എന്ത് അല്ലേ, ആ ഒരു സിസ്റ്റം നമ്മളാരും നിർത്താൻ തയ്യാറല്ല. നിയമം ഉണ്ടെങ്കിൽ പോലും എന്താണ് നമ്മുടെ മക്കളല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തു വിടും. പിന്നെന്താണ് അത് കുറഞ്ഞു പോയി എന്നുള്ള പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിന്റെ പുറകെ എന്ത് ചെയ്യും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ത്രീധനം സമയത്ത് ചിലര് വലിയ കാര്യമായിട്ട് പറയും എന്താണ് എൻ്റെ മോക്ക് ഞാൻ ഇതൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ പറയുന്നത് 6 മാസം മുതൽ 5 വർഷം വരെ കിട്ടും. 6 മാസം മുതൽ 5 വർഷം വരെ എൻ്റെ മോക്ക് ഞാൻ ഇതൊക്കെ, ചിലപ്പം അവര് ഭയങ്കര ഇതായിട്ട് വേറൊരാളുടെ പറയണായിരിക്കും, ഇത് വേറൊരാൾ പോയി കംപ്ലൈന്റ് ചെയ്താലും മതി, എന്ത് നേരെ സ്റ്റേഷനിലേക്ക് അങ്ങ് വിടാം അല്ലേ. അടുത്തേന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വേറൊരു ആക്ടാണ് എന്ന് പറയുന്നത് ഗാർഹിക പീഡനം. ഗാർഹിക പീഡനം എന്ന് വെച്ചാൽ സ്ത്രീകളെ ഡൊമസ്റ്റിക് ആയിട്ട്, അതായത് സ്വന്തം കുടുംബത്തിൽ തന്നെ എന്താണ് നിരവധി പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഏതാണ്ട് ശാരീരികമാവാം, മാനസികമാവാം, സാമ്പത്തികമാവാം, ഞാൻ പറഞ്ഞ കണക്ക് എന്താണ് ഇമോഷണൽ ആവാം, വൈകാരികമാകാം, പെട്ടെന്നുള്ള എന്തെങ്കിലും വിഷയം കൊണ്ടാകാം അല്ലേ. അപ്പോൾ എന്താണ് അതിനാണ് ഗാർഹിക പീഡനം. അതെല്ലാം ആ ഒരു ഇതിൽ വരും. പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞു തരാനുള്ള വേറൊരു കാര്യം പോക്സോ എന്ന് പറയും. അതായത് കുട്ടികൾക്ക് നേരെയുള്ള എന്താണ് അതിക്രമങ്ങൾ അല്ലെ. അതായത് കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൽ ഇന്റൻഷനോട് കൂടി സമീപിക്കുന്നത്. അത് നമ്മൾ IPC സെക്ഷനിലല്ല വരുന്നത്, പകരം എവിടെയാണ് പോക്സോ എന്ന് പറയുന്ന ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ട്. അത് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമല്ല 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും എന്താണ് ഈ നിയമം എന്ന് പറയുന്നത് ബാധകമാണ്. മനസ്സിലാവോ? അപ്പൊ ഇതിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട 2 സെക്ഷൻ, കുറെ സെക്ഷനുകളുണ്ട്, ഒന്നും പറയാൻ ചുരുക്കി പറയാം, പ്രധാനപ്പെട്ടത് പറയാം. 2 സെക്ഷനാണ് 3ഉം 4ഉം. അതും കുട്ടിയെ എന്താണ് ലൈംഗികമായി പീഡിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അല്ലെ, അതിന് മരണം വരെ സംഭവിക്കാം. അതെന്ന് പറയുന്നത് എന്താണ് ജീവപര്യന്തം അല്ലെ. അതായത് എന്താണ് ജയിലിടിഞ്ഞാലും പുറത്ത് വരില്ല. അതാണ് എന്ന് പറയുന്നത് പോക്സോ. അതിൽ തന്നെ ഉണ്ട് കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള അല്ലെ അതിനോട് മിസ്ബിഹേവ് ചെയ്യുകയോ അതിനെ എന്താണ് സെക്ഷലി അബ്യൂസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 5, 6 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് കേസ് എടുക്കുന്നത്. പോക്സോ വരുമ്പോൾ അങ്ങനെയാണ്. ഇനി തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ എന്തുണ്ട്, അതിക്രമങ്ങൾ ഉണ്ടാകാറുണ്ട് സ്ത്രീകൾക്ക് നേരെ. അത് 2013 പോഷ് എന്ന് പറയുന്ന ഒരു ആക്ട്, അതായത് എന്താണ് സ്ത്രീകൾക്കെതിരെയുള്ള സെക്ഷൽ ഹരാസ്മെന്റ്, അതെന്ത് ചെയ്യുന്നത് നിയമം മൂലം അല്ലെ എന്ത് ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ നേരെ വെളുത്ത് എന്താണ് ഒരു ജോലിക്ക് ഇറങ്ങി പോകുന്നുണ്ട് അല്ലേ, നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി അല്ലേ, നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിൽ ചിലപ്പം ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പം എല്ലാവർക്കും എന്താണ് ജോലി വേണം, അല്ലാതെ വീട്ടിലിരിക്കാൻ താല്പര്യപ്പെടുന്നവരൊന്നും എന്താണ് ഇപ്പം അധികം ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ വേറൊരു വർക്ക് പ്ലേസിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് നേരെ ഇത്തരത്തിലുള്ള അല്ലേ പെരുമാറ്റങ്ങൾ ഉണ്ടായാൽ നമ്മളത് വെച്ചോണ്ടിരിക്കണോ? വേണ്ട അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം. പണ്ടത്തെ പോലീസാണോ ഇപ്പോഴത്തെ പോലീസ്? അല്ല, മാറ്റമുണ്ട് അല്ലേ, ജനമൈത്രി പോലീസാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയാലും എന്താണ് നമുക്കൊരു വനിതാ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ പുരുഷന്മാരോട് പറയാൻ പറ്റുന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണും. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കില്ല. ചിലർ ഓപ്പണായിട്ട് സംസാരിക്കുന്നവരായിരിക്കും, ചിലരെന്താണ് അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാത്ത. അപ്പൊ എന്താണ് വനിതാ ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാം, ആ ഉദ്യോഗസ്ഥന്മാരോട് എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ പറയാം. അവരെന്ത് ചെയ്യും, വേണ്ട രീതിയിൽ അതിനുള്ള മാർഗങ്ങൾ എന്ത് ചെയ്യും, അല്ലെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പരാതി എഴുതാം, എന്താണ് പ്രശ്നം നിങ്ങൾ പറ, ഞാനത് പരിഹരിക്കാം അല്ലെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, സമാധാനപരമായിട്ട് നിങ്ങളോട് ഇടപെട്ടിട്ട് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യും, വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ, വേറെ വിഷയമൊന്നുമില്ലല്ലോ, മനസ്സിലാവണുണ്ടോ? സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ ഒരു പ്രശ്നമില്ലെന്നല്ലേ. അടുത്തേന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ സൈബർ പോലീസിന്റെ സേവനം എന്ന് പറയുന്ന ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ സോഷ്യൽ നെറ്റ്വർക്കുകളുടെയൊക്കെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. മതിയെന്ന്
മതിയെന്ന്. അപ്പം എന്താണ് ഒരുപാട് എന്തുണ്ട് ഇമ്പാക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇല്ല പറയട്ടെ. അപ്പോൾ എന്താണ് ഒരുപാട് ഇമ്പാക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഹണി ട്രാപ്പ്, അതുപോലെ തന്നെ എന്താണ് ഈ മോർഫ് ചെയ്ത വീഡിയോസ്, ചിത്രങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളുടെ എന്താണ് കുട്ടികളുടെ വീഡിയോസ്, അതുപോലെയുള്ള ഒട്ടനവധി സോഷ്യൽ മീഡിയ വഴി എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങളൊക്കെ പോകുന്നുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സാമ്പത്തികമായിട്ട് ഉള്ള തട്ടിപ്പുകൾ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ഇന്ന് നേരിടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ എന്തുണ്ട് നേരെ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള അപ്പോൾ ഒരാളെന്ത് ചെയ്യും നമ്മുടെ എന്താണ് മോർഫ് ചെയ്ത ഫോട്ടോ ആയിരിക്കും, ഇത് അയച്ചു തന്നിട്ട് പറയും എന്ത് നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയുണ്ട്, ഇത്ര രൂപ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് എന്ത് ചെയ്യും വ്യാപിപ്പിക്കും. അപ്പം ഇത്തരത്തിലുള്ള ഭീഷണികളല്ലേ വന്നു കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യുക നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക, സൈബർ പോലീസുമായിട്ട് എന്ത് ചെയ്യുക ബന്ധപ്പെടുക. ഇതിനുള്ള നമ്മൾ ഒരിക്കൽ വഴങ്ങി കൊടുത്തത് ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നതായിരിക്കില്ല, എന്നിട്ട് പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് ഒരു തവണ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ വീണ്ടും എന്താണ് വേറെ ഓപ്ഷൻ നമുക്കില്ല, എന്ത് ചെയ്യണം പൈസ കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. അപ്പം അതിനേക്കാളും നല്ല എന്താണ് നമുക്കിന്ന് ഇത്രത്തോളം എന്താണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെയുള്ള ഹെൽപ്പ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം അത് ഉപയോഗിക്കാനായിട്ട് നോക്കണം. പിന്നെയെന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകാൻ വേണ്ടി വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് 1091 എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക 1091 വിളിച്ച് എന്ത് ചെയ്യുക വനിത എന്താണ് നമ്മൾക്കുള്ള പ്രശ്നങ്ങൾ എന്താ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പറയാം. പിന്നെ 181 എന്ന് പറയുന്ന ഒരു മിത്ര എന്ന് പറയുന്ന ഒരു വേറൊരു എല്ലാം എന്താണ് സ്ത്രീ സുരക്ഷയെ മുൻനിർത്തിയുള്ളതാണ്. മിത്ര എന്ന് പറയുന്ന വേറൊരു പദ്ധതിയുണ്ട്, നമ്പറുണ്ട്. അത് 181 വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പോലീസിൻ്റെ ആവശ്യമാണോ, അതേ ആംബുലൻസ് വേണോ, അതേ ഹോസ്പിറ്റൽ ആവശ്യമാണോ, ഒരു സ്ത്രീ നിസ്സഹായ അല്ലെങ്കിൽ നിരാലംബയായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ എന്താണ് നമുക്ക് വേണ്ട സഹായം 24 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തന്നെ എത്തും. അതായത് 24 മണിക്കൂർ കഴിയില്ല, അതിന് മുന്നേ എന്നിട്ട് നമുക്ക് ആ ഒരു സേവനം എന്താണ് ലഭ്യമാകും. പിന്നെ പറഞ്ഞാൽ സ്നേഹക്കൂട്, തണൽ എന്നൊക്കെ പറയുന്ന പദ്ധതികളുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്നേഹസ്പർശമുണ്ട്. അതായത് ഇതുപോലെ എന്താണ് ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായ സ്ത്രീകൾക്ക് എന്താണ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹസ്പർശമുണ്ട്. അതുപോലെ തന്നെ സ്നേഹസ്പർശം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അവിവാഹിതരായ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളത്. അതായത് വിവാഹം കഴിക്കാതെ പല ചതിക്കുഴികളിലും പെട്ടിട്ട് അമ്മമാരാകുന്ന കുട്ടികൾ കൗമാരക്കാരാവാം അല്ലെങ്കിൽ എന്താണ് സ്ത്രീകളാവാം. അവർക്ക് എന്ത് ചെയ്യുക അവരെ വേറെ എന്താണ് ഇതുപോലെയുള്ള ഹോംസ് ഇല്ലേ, ഷെൽറ്റേഴ്സൊക്കെ ഉണ്ട്, അവിടെ എന്ത് ചെയ്യും താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട എന്താണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പോലീസിനുപരി ഈ ശിശുക്ഷേമ വനിതാ ശിശുക്ഷേമ വകുപ്പ്, അതുപോലെ തന്നെ വനിതാ സെല്ല്, വനിതാ കമ്മീഷൻ ഇങ്ങനെയുള്ള ബോഡീസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് വനിതകളുടെ സുരക്ഷിതത്വം, അതായത് സമഗ്ര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഒരു എല്ലാവർക്കും പേടിയാണ് വനിതാ കമ്മീഷൻ വനിതാ സെൽ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് അയ്യോ അവിടെ പോയി നമ്മൾ നമ്മുടെ കാര്യം പറയും ആ ഒരു സാഹചര്യം. അപ്പൊ എന്താണ് നമ്മൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ വനിതാ സെല്ലിൽ പോവുക, ഒരു വെള്ള പേപ്പർ മതി, നമ്മുടെ എന്താണ് നമ്മുടെ പരാതി എന്നുള്ള ജസ്റ്റ് അവിടെ എഴുതി കൊടുക്കുക എന്നിട്ട് പക്ഷേ അതിനകത്തൊരു കാര്യം കറക്റ്റ് കാര്യങ്ങൾ എഴുതിയിട്ട് വാദിയുടെയും പ്രതിയുടെയും പേരും ഡീറ്റെയിൽസും എന്ത് ചെയ്യണം വ്യക്തമായിട്ട് അവിടെ വെച്ചേക്കണം. ഒരു വെള്ള പേപ്പറിൻ്റെ ചിലവേ ഉള്ളൂ. ഒരു പക്ഷേ ഇനി നിങ്ങൾക്ക് എഴുതാൻ വയ്യെങ്കിൽ എന്താണ് ആ വെബ്സൈറ്റിൽ അതിൻ്റെ അപേക്ഷയുടെ മാതൃകയെല്ലാം കാണും. അപ്പോൾ എന്ത് ചെയ്യുക അതെടുക്കുക, ഫില്ല് ചെയ്യുക, കൊടുക്കുക. അതാണ് എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ. പിന്നെ കേരള ലീഗൽ സർവീസ് സൊസൈറ്റിയൊക്കെ ആയിട്ട് ഇവർ കോപ്പറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം വനിതകൾക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിയമസഹായങ്ങളൊക്കെ എന്താണ് അങ്ങനെയും ലഭ്യമാണ്. പിന്നെയെന്ന് പറയുന്നത് ഈ കുടുംബശ്രീ അതുപോലെയുള്ള പദ്ധതികളൊക്കെ പ്രകാരം നമുക്ക് വനിതകൾ കുറച്ചും കൂടെ സ്വയം പര്യാപ്തമായിട്ടുണ്ട് ഇല്ലേ? അത് നിങ്ങളാണ് പറയേണ്ടത്. അങ്ങനെ ആയിട്ടില്ലേ? ഇല്ലേ? പണ്ടത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഒരു 10 വർഷം മുന്നേ ഉള്ള നിങ്ങൾ ഓരോരുത്തരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്ക് ഇല്ലേ? ഇങ്ങനെയുള്ള ചെറിയ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പൊക്കെ വന്നതിന് ശേഷമാണ് എന്ത് പറയുന്നത് എല്ലാവരും ഒന്ന് സാമ്പത്തികമായിട്ടൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ വരെ എന്താണ് ഒന്ന് മെച്ചമുള്ള ഒരു രീതിയിലേക്കൊക്കെ എന്ത് ചെയ്തത് മാറിയിട്ടുള്ളത്. പിന്നെ ഈ ഗവൺമെന്റ് തന്നെ എന്താണ് ഈ സെൽഫ് ഡിഫെൻസ് അതുപോലെയുള്ള പദ്ധതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. മതിയാ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം.
ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാട്ടറിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം ഈശ്വരന്മാര് തുണയായി തന്നിരിക്കണോ കാട്ടില തണ്ടാന്റെ കള്ള് കൈക്കൊത്ത കർമ്മവും അറിവില്ല തിരിവില്ല പൈതങ്ങള് ഞങ്ങളുടെ കർമ്മവും കൈപ്പറ്റണട്ടോ ഞങ്ങളുടെ കർമ്മവും കൈപ്പറ്റണട്ടോ എന്റെ അപ്പനപ്പൂപ്പന്മാരെ ലക്ഷ്മണനും സീതയുത്തു വേഗം പഞ്ചവടിയിൽ നല്ല പർണശാല തീർക്കും മൂവരത്ത് സുഖവാസം ചെയ്യും കാലം കണ്ടു കുടിലരികിൽ സീതയൊരു മാനെ തുള്ളി തുള്ളി കളിക്കുന്ന മാനേ പള്ളിക്കാട്ടിൽ തുള്ളിയിടുന്ന പുള്ളിമാനേ തുള്ളി തുള്ളി കളിക്കുന്ന മാനേ പള്ളിക്കാട്ടിൽ തുള്ളിയിടുന്ന പുള്ളിമാനേ വർണ്ണ നിറമുള്ള മാനേ സീത കണ്ടു കൊതിച്ചത പുള്ളിമാനേ വർണ്ണ നിറമുള്ള മാനേ സീത കണ്ടു കൊതിച്ചത പുള്ളിമാനേ ശ്രീരാമ ലക്ഷ്മണനും സീതയുത്തു വേഗം പഞ്ചവടിയിൽ നല്ല പർണശാല തീർത്തു
രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കണ്ടതുകൊണ്ട് എന്തെല്ലാം മുന്നില് വന്നെന്റെ കൈലാസനാഥ മകൻ മേഘനാഥനും സോദരനും സർവരും എന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടി കടക്കാൻ മോഹമുറിച്ചല്ലോ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ എടുത്തു ശ്രീരാമൻ ഒന്നാം ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഒരു പടി കടന്നയ്യ എടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേരി ലഭിച്ചങ്ങു നിന്നു ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ ഒന്നാനാം അമ്പെടുത്ത് രാമനയണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കണ്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ
നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലോ എന്നാലും എന്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങളെക്കെന്നെ വേണ്ട പോലോ ഒരു തേങ്ങ എൻ്റെ അരയ്ക്കാൻ തന്നാ ഞാൻ അരമുറി തേങ്ങ അരച്ചിട്ടുള്ളേ